ഹായ് നമസ്കാരം. കുട്ടികളിലെ റൂട്ട് കനാൽ ചികിത്സ ഇത് അത്യാവശ്യമാണോ അല്ലയോ? എൻ്റെ അടുക്ക മിക്ക പേരൻസും ചോദിക്കുന്നൊരു കാര്യമാണ്. കൊച്ചു കുട്ടികൾ പല്ലുവേദനയൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ പലപ്പോഴും റൂട്ട് കനാൽ അഡ്വൈസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. 2 വയസ്സാവാം 4 വയസ്സാവാം ഒക്കെ. ഇത് നമ്മൾ അഡ്വൈസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, കൊച്ചു കുട്ടികളിൽ ഈ വേദന വന്നു കഴിഞ്ഞാൽ അത് റിപ്പീറ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവർ ഭക്ഷണം കഴിക്കാതിരിക്കാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്നാൽ അവരുടെ വളർച്ചയെ ബാധിക്കും. കാരണം ഏറ്റവും കൂടുതൽ ന്യൂട്രിയൻസ് വേണ്ട ഒരു സമയമാണത്. ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റൂട്ട് കനാൽ നല്ല ആക്ച്വലി പൾപ്പക്ടമി എന്നുള്ള പ്രൊസീജിയർ സജസ്റ്റ് ചെയ്യുന്നത്. പൾപ്പക്ടമി ചെയ്ത് ഇതിനെ ക്യാപ്പ് ചെയ്യണം നമ്മൾ സജസ്റ്റ് ചെയ്യും. പക്ഷേ ഇത് കേൾക്കുമ്പോഴേ നമ്മുടെ പേരൻസിൻ്റെ നെറ്റി ചുളിയും. 2 കാരണമുണ്ട്. ഒന്ന്, ഇത് പോകുന്ന പല്ലല്ലേ, പാൽപ്പല്ലുകളെല്ലാം പോയി വരൂല്ലേ, പിന്നെ എന്തിനാ നമ്മൾ റൂട്ട് കനാൽ ചെയ്യണം? രണ്ടാമത്തെ കാര്യം, ഇവർക്ക് ഇതിനോടൊരു പേടിയുണ്ട്. ഈ റൂട്ട് കനാൽ ചെയ്യുമ്പോൾ ഇതെല്ലാം കുത്തും, ഇഞ്ചക്ഷൻ എടുക്കും, കൊച്ചിന് സഹിക്കാൻ പറ്റുമെന്നൊക്കെ. പക്ഷെ ഞാൻ പറയട്ടെ, നമ്മുടെ അവസ്ഥയിലാണെങ്കിലും നമ്മുടെ സ്വന്തം വായിലെ പല്ലുകളിലാണെങ്കിലും ഒരിക്കലും ഒരു പഴുപ്പൊന്ന് വേദനയായാൽ ആ വേദന നമ്മൾ എത്ര നാൾ സഹിക്കും? എത്ര ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടി വരും? നമ്മളതിൻ്റെ ചികിത്സ എടുക്കുന്നില്ലേ? അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് അത് കൊടുക്കണം. വേണ്ടത് ചികിത്സ തന്നെ കൊടുക്കണം. കാരണം കുട്ടികളിലുണ്ടാകുന്ന പാൽപ്പല്ല് അണപ്പല്ലുകൾ 12-13 വയസ്സ് വരെയൊക്കെ നിലനിൽക്കേണ്ടതാണ്. അത് കഴിഞ്ഞ് അത് പോകുള്ളൂ. കാരണം അതിന് മുമ്പ് അത് പോയി കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന പല്ലുകൾ നിരതെറ്റി വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ കുട്ടികളിൽ അത്യാവശ്യമെങ്കിൽ അവരിൽ റൂട്ട് കനാൽ അല്ലെങ്കിൽ പൾപ്പക്ടമി ചികിത്സ കൊടുക്കേണ്ടത് തന്നെയാണ്. അതിന് ഒരു മടിയും വിചാരിക്കേണ്ട.